നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് ആദ്യത്തെ പ്രാവശ്യവുമാണെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ. അത് രണ്ടാമത്തെ പ്രാവശ്യവും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അത് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യവും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ അത് അവരുടെ മിസ്റ്റേക്ക് ആണോ? അല്ല അല്ലേ. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, ഒരിക്കലും അല്ല. അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങളത് അനുവദിച്ചു കൊടുത്തിട്ടാണ്. നിങ്ങളത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോളാൻ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളോട് അങ്ങനെ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഞാനിത് പറയുമ്പോൾ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനിത് പറയുമ്പോൾ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ഓരോ പാറ്റേൺ മൈൻഡിലൊന്ന് റീകളക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓരോ പ്രാവശ്യവും അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലാവും. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഓക്കെ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആണ്, നിങ്ങളൊരു പാറ്റേൺ അനുവദിച്ച് കൊടുത്തിട്ടാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പാറ്റേൺ കൊണ്ടാണ് അവരത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കറേജിയസ് ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾ വിചാരിക്കുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്കിനി ഒന്നും പറ്റില്ല, എൻ്റെ ലൈഫ് ആകെ പ്രശ്നത്തിലാണ്, ഇങ്ങനെയായിരിക്കും ഒരു ഭൂരിഭാഗം പേരും വിചാരിക്കുക അല്ലേ. അത് പെണ്ണുങ്ങൾ മാത്രമല്ല, ഒരു 50% ജെൻസും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഒന്നും പറ്റുന്നില്ല, എൻ്റെ ലൈഫ് ആകെ പ്രശ്നത്തിലാണ്, പൈസ ഷോർട്ടേജ്, ജോലി പ്രശ്നം, എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പവർ റീക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഒരു മൈൻഡ് പവർ ബേസ് ചെയ്താണ്. നമ്മുടെ ഒരു കറേജിയസ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പവർ റീക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരുപാട് ക്ലയൻസ് ഇപ്പം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ബോസുമാരുടെയും ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ്, അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കറേജിയസ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ലൈഫ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ.